നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഉഗ്രൻ കറിയാണിത്. ഇത് ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങ കറിയാണ്. ഇതിനായിട്ട് 1 കപ്പ് ചെമ്മീൻ എടുത്ത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകണ്ട, ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതുപോലെ വെള്ളത്തിൽ കുതിർത്തിടുകയും ചെയ്യരുത്, കാരണം നമ്മുടെ ഈ ചെമ്മീൻ നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഈ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഇതേപോലെ ഇട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം, കാരണം കയ്യിൽ എടുക്കുമ്പോൾ പൊടിയത്തക്ക രീതിയിൽ ഒടിഞ്ഞു വരണം. അതുപോലെ കിലുകില എന്നുള്ളൊരു ശബ്ദം കേൾക്കുക. ഇതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. നല്ല പച്ചമാങ്ങ എടുക്കുക. അതുപോലെ നല്ല പുളിപ്പൻ മാങ്ങയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നല്ലത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞ് മാറ്റി വെക്കുക. ഞാൻ ഈ സമയത്ത് നമ്മുടെ നല്ല ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിനി കുറച്ച്, അതായത് 1-2 സ്പൂൺ എടുത്തൊന്ന് പൊടിച്ച് വെക്കണം. അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ ചെമ്മീൻ കറിക്കായിട്ട് വേണ്ടത് കുറച്ച് 2-3 അല്ലി നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും കൂടെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ചതച്ച് എടുക്കുക. അരച്ചൊന്നും എടുക്കണ്ട, ഇങ്ങനെ ചതച്ച് വേണം ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒത്തിരി അസാധ്യം രുചിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു 1/2 ഇഞ്ച് ഇഞ്ചി കൂടി ചേർക്കാം. ഇഞ്ചിയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ ചതച്ചെടുക്കുക. ഇങ്ങനെ കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒരു പൾസ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മുടെ ചെമ്മീനിലേക്ക്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അതുപോലെ നല്ല രുചിയുള്ള ഇത് നമുക്ക് ചോറുണ്ണാൻ വേറെ കൂട്ടാനൊന്നും വേണ്ട. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം മുളക് പൊടി. അത് എരിവിനനുസരിച്ച്, നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ നല്ല എരിയൻ പൊടി ചേർക്കുക, ഇല്ല എങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി. ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്യാസ് സിമ്മിലാണ് ഇട്ടേക്കുന്നത്, കാരണം ചെമ്മീൻ കരിഞ്ഞു പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ കറിക്കായിട്ട് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് മുതൽ 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. അതായത് നല്ല ഫൈൻ പേസ്റ്റാക്കി വെണ്ണ പോലെ അരച്ച് എടുക്കുക. അത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ മൂപ്പിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളിയും തക്കാളിയും ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയതിലേക്ക് നമുക്കിത് ചേർത്തും ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഉണക്ക ചെമ്മീൻ ഞാൻ പൊടിച്ചു വെച്ചു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ജസ്റ്റ് ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട, കുറച്ച് പീസസൊക്കെ കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇപ്പം നല്ലൊരു മണമാണ് കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നു, ചെറുതായിട്ടൊന്ന് തിള കയറിയപ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ പീസസ് കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാങ്ങ പീസസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പുളിയുള്ള മൂവാണ്ടൻ മാങ്ങയാണ്, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇതിനി നല്ലപോലെ നമ്മുടെ ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങണം. ഉപ്പ് ആവശ്യം പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല മീൻ്റെ ഒരു ഫ്ലേവർ, അത് ഉണക്ക മീൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇത് നല്ലപോലെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ കുറച്ചൊന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് ചുവന്നുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ 1-2 ഉണക്കമുളക് എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. കറിവേപ്പില ചേർക്കാൻ ഒട്ടും മറക്കരുത്. അതും നല്ല ഫ്രഷ് കറിവേപ്പില നോക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കടുക് വറുക്കുന്നതിൻ്റെ ഒരു മണമുണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല അസാധ്യ ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ കറിക്കൊരു നല്ല ചുവന്ന കളറാണ് നിങ്ങൾക്ക് വേണ്ടിയതെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഇങ്ങനെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചെറുതായിട്ടൊരു ടീസ്പൂൺ ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് ഇത് ചെയ്തെടുക്കുക. അപ്പോഴും നമ്മുടെ കറിക്കൊരു നല്ല ഒരു ചുവന്ന ഒരു കളർ കിട്ടും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ കടുക് വറുത്തത്
നമ്മുടെ കറിയുടെ മുകളിലേക്കിട്ട് നമുക്കത് അടച്ചു വെക്കാം. പിന്നെ ചൂട് ചോറിലേക്ക് ഇത് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു നാടൻ കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ മാങ്ങ ഇട്ട ഉണക്ക ചെമ്മീൻ കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.